AC കംപ്രസർ. ദൈവമേ, നമ്മള് ഡൽഹിയിൽ നിന്നൊക്കെ നമ്മള് മറ്റേ ഇതെന്തുവാ കാറൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടികൾ നമ്മൾ കാറിന് ട്രക്കിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പാർട്സൊക്കെ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ലൈവായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, സ്പെയർ പാർട്സൊക്കെ ഇങ്ങനെ അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുന്നത്. കാറൊക്കെ ഓക്കെ, പക്ഷേ ഇങ്ങനെ എനിക്ക് ആ കേട്ടറിവ് ഉണ്ട്, ഇങ്ങനെ അതർ സ്റ്റേറ്റിൽ നിന്ന് പാർട്സ് എടുക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ ട്രക്കിൽ കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഹലോ എവരിവൺ, ഇറ്റ്സ് മിൽച്ചസ് കൊച്ചിക്കാരെ ചൈത്തി. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പുല്ലേപ്പടിയിലായിട്ടാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയോളം ഞാൻ നിങ്ങളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ്, നമ്മളുടെ ഒരു കണ്ടെയ്നർ ഡൽഹിയിൽ നിന്ന് ഒരുപാട് വണ്ടികളുടെ പാർട്സായിട്ട് നമ്മുടെ കൊച്ചിയിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഫൈനലി ഇതേ നമ്മുടെ ലോറി ഇവിടെ എത്തിയിട്ടുണ്ട്, ഒരുപാട് വണ്ടികളുടെ പാർട്സായിട്ട്. സോ ഞാൻ അകത്തേക്ക് കയറാൻ പോകണം. ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ എത്ര മണിയായി? 10:30. അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്സിനൊക്കെ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ ഞാൻ ചിലപ്പോൾ ഹൈഡ് ചെയ്യും. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നമ്മളുടെ വാട്സപ്പിൽ കൂടെ ആയിരിക്കും നമ്മൾ ഇനിയിപ്പോൾ ഡീലിങ്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ വണ്ടികളുടെയൊക്കെ പാർട്സൊക്കെ ചോദിച്ചേ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ കൂടുതലും വാട്സപ്പിൽ കൂടെ തന്നെ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളുടെ വണ്ടി അകത്ത് കിടക്കുന്നുണ്ട്, ഓരോരോ വണ്ടികളുടെ പാർട്സായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം, വാ. കണ്ട, നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ടെയ്നർ നമ്മൾ ആരെയും കാണിക്കൂല. ഓക്കെ, നമുക്കിനി അകത്തോട്ട് പോകാം. ഇത് കണ്ട, ആര് പിന്നെ ഷാജിക ഓൺ പവർ. ഷാജിക വെളുപ്പിന് 5 മണിക്ക് എഴുന്നിട്ട് ഇവിടെ വന്നേക്കണാണ്. ട്രക്ക് വന്നപ്പോ തന്നെ വണ്ടികളുടെ പാർട്സ് ഒക്കെ എടുത്ത്. ഇത്ര കൃത്യനിഷ്ഠമുള്ളൊരു ആണാ? അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ എന്തിനാ കയറി നിക്ക, നിങ്ങള് പണിയെടുക്കും. ഇൻട്രോ ഞാൻ പുറത്തുനിന്ന് എടുത്തായിരുന്നു. കർത്താവേ, അയ്യോ, ആ കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്. വിഷ്ണ അപ്പൊ ഇപ്പൊ നമ്മൾ ഏതൊക്കെ എടുത്ത് നോക്കണം? എല്ലാത്തി കംപ്രസറുകളാണ് ഇപ്പൊ നമ്മൾ എടുത്തു നോക്കണം. AC കംപ്രസറാണ് ഇപ്പൊ നമ്മള് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. എന്തോ സാധനം എന്റെ മേത്ത് കുത്തിക്കൊണ്ട്. ഇത് കണ്ടില്ലേ, ഇത് AC കംപ്രസർ നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടികളുടെ AC കംപ്രസർ ഉണ്ട് അല്ലേ? ഏതൊക്കെ വണ്ടിയുടെ ആയിരുന്നു? ഇതൊക്കെ നമ്മൾ എന്തായാലും ആ ചാക്കിലിരിക്കുന്ന എന്തുട്ടാ, ചാക്കിലൊക്കെ ഇരിക്കണ പാർട്സ്. ഓക്കെ ഓക്കെ, അതൊക്കെ നമ്മൾ സേഫ് ആയിട്ട് മറ്റേ പുല്ല് എന്തുവായിരുന്നു പറയണ വൈക്കോല് വെച്ച് നമ്മൾ പാക്ക് ചെയ്തിട്ടൊക്കെയാണ് ഹെഡ്ലൈറ്റ് നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചേക്കണം. കാരണം അതിലൊന്നും നമ്മളൊരു സ്ക്രാച്ചോ പൊട്ടലോ ഒന്നും നമ്മൾ വരുത്താൻ പാടില്ല. സോ അതുകൊണ്ടിട്ട് അതെല്ലാം നമ്മൾ സേഫ് ആയിട്ട് ചാക്കിൽ നല്ല വൈക്കോലൊക്കെ വെച്ച് കെട്ടിയാണ് എത്തിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ AC കംപ്രസറുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. നമ്മൾ ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. AC കംപ്രസർ ഒരു സ്ഥലത്ത്, സ്പീഡോമീറ്റർ ഒരു സ്ഥലത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ബോക്സിന്റെ ഒരു സൈഡിലായിട്ട്, അങ്ങനെ സെപ്പറേറ്റ് ആക്കിയാണ് നമ്മൾ വെച്ചേക്കണത്. പിന്നെ അത് ഇവിടെ ക്രോസ് ചേസ് ഇരിക്കുന്നുണ്ട് കണ്ടോ, ഓരോ വണ്ടിയുടെയും ക്രോസ് ചേസ് ആണ് ഈ ഇരിക്കുന്നത് മൊത്തം. ദേ അടുത്തത് കണ്ട, നമ്മുടെ ഷെഫീഖയൊക്കെ അവിടെ ആഞ്ഞു പണിയെടുക്കാണ്. അങ്ങനെ നമ്മൾക്ക് മുതലാളി തൊഴിലാളി എന്നൊന്നുമില്ല, എല്ലാവരും ഈക്വൽ ആയിട്ടാണ് പണിയെടുക്കുന്നത് ഇവിടെ. ഇത് സ്റ്റിയറിംഗ് അല്ലേ? എല്ലാ വണ്ടിയുടെയും സ്വിഫ്റ്റിന്റെ ഒക്കെ. സ്വിഫ്റ്റിന്റെ മാത്രം നമ്മൾ 50 പീസാണ് കേട്ടോ ഈ സ്റ്റിയറിംഗ്, പവർ സ്റ്റിയറിംഗ് ഇറക്കിയേക്കുന്നത്. സ്വിഫ്റ്റിനാണ്. ഓക്കെ. അപ്പൊ സ്വിഫ്റ്റിനൊക്കെ ആർക്കെങ്കിലും പവർ സ്റ്റിയറിംഗ് വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോട്ടെ, നമ്പർ കൊടുത്തേക്കാവേ.
ഞാൻ എന്തായാലും ഇറങ്ങട്ടെ, ഇവർക്കൊരു ബുദ്ധിമുട്ടാവും ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ. അതാണ് ശരിയാണ്, തലയിലും കൊള്ളും. ഞാൻ അങ്ങോട്ട് നടക്കണം, അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? സോ ഇത് മറ്റേ അമ്പില്ലേ, അമ്പും വില്ലും എന്ന് പറഞ്ഞാൽ ഇരിക്കണല്ലേ പവർ സ്റ്റിയറിങ് അല്ലേ, അതിന്റെ കോല്. ഞാൻ സഹായിക്കണോ? കൈ ഓ അങ്ങനെ. ഇനി എന്തെല്ലാം ഓയിലാകാൻ കിടക്കും. കാണിച്ചു തരാം. ആ ഓക്കെ, പറഞ്ഞു കൊടുക്കാം. അപ്പൊ അവര് പവർ സ്റ്റിയറിങ്, ഇതിപ്പോ ക്രോസ് ചേസ് ആണ്. ഈ സൈഡിൽ മൊത്തം ഇരിക്കണത് ക്രോസ് ചേസ് ആണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ, ഇവിടെ മൊത്തം AC കംപ്രസറുകളാണ് ഈ ഇരിക്കുന്ന മൊത്തോട്ടാ. പിന്നെ അതേ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ECM ഡെയിലി അവിടെ ഇരിക്കുന്നത്. സോറി, മൊഡ്യൂള് ഏത് കംപ്രസർ ആണാ? 300 AC കംപ്രസർ. ദൈവമേ, വിശ്വസിക്കാനാവുന്നില്ല എനിക്ക്. ഇപ്പൊ 300 ആയിട്ടില്ല, ഇനി അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. ഇതിപ്പോ 300 ആയിട്ടില്ല, ഇനി അകത്തിരിക്കുന്നുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് ഇറക്കണേ ഉള്ളൂ. പിന്നെ അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് വണ്ടികളുടെ സ്പീഡോമീറ്ററുകളാണ് ഈ നിരത്തി വെച്ചേക്കുന്നത്. ഏതൊക്കെ വണ്ടിയുടെ ആണെന്നുള്ളതൊന്നും എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയത്തില്ല. ഏത്? ആ ഓക്കെ, അത് പരിചയപ്പെടുത്താം. ECM കിറ്റുകൾ. പിന്നെ ഇവിടെ ഇതുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങറ്റം വരെ ഇതുണ്ടല്ലോ, കുറെ വണ്ടികളുടെ സ്പീഡോമീറ്റർ ആണ് ഇരിക്കുന്ന മൊത്തം. എന്താ ഉള്ളേ ദൈവമേ, പാർട്സുകളുടെ ഒരു ലോകം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും സ്വിഫ്റ്റിനൊക്കെ പവർ സ്റ്റിയറിംഗ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇത് വർക്ക്ഷോപ്പും, ഇത് ഒരു വർക്ക്ഷോപ്പും ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ സ്പെയർ പാർട്സും കൂടെ നമുക്ക് ലഭ്യമാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പാർട്സും മേടിക്കും, ഇവിടെ തന്നെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. എല്ലാം ഒരു കുടക്കീഴെന്ന് പറയില്ല, അതുപോലത്തെ ഒരു സംഭവം. ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വണ്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം. സോ ഒരു ദിവസം ലീവ് എടുത്തിട്ടൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പാർട്സൊക്കെ മേടിച്ച് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചിയും കാണാം, നമ്മുടെ സ്ഥലവും കാണാം. ഒരു കസ്റ്റമർ വന്നേക്കണക്കാ അവിടെ ഗേറ്റിന്റെ അവിടെ. ദേന നമ്മള് ഡൽഹിയിൽ നിന്നൊക്കെ നമ്മൾ മറ്റേ ഇതെന്തുവാ കാറൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടികൾ നമ്മൾ കാറിന് ട്രക്കിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പാർട്സൊക്കെ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ലൈവായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, സ്പെയർ പാർട്സൊക്കെ ഇങ്ങനെ അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുന്നത്. കാറൊക്കെ ഓക്കെ, പക്ഷേ ഇങ്ങനെ എനിക്ക് ആ കേട്ടറിവ് ഉണ്ട്, ഇങ്ങനെ അതർ സ്റ്റേറ്റിൽ നിന്ന് പാർട്സ് എടുക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ ട്രക്കിൽ കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അതാ അതെ, നമ്മുടെ ഷാജിക്ക് മീൻസ് നമ്മുടെ പുല്ലേപ്പടിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആക്ച്വലി എനിക്ക് സ്പെയർ പാർട്സിനെ പറ്റിയിട്ടൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിക്കുന്നത് തന്നെ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാവിലെ കോളേജിൽ പോയി തിയറി പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ക്ലാസ് ചെയ്തിട്ട് നേരെ പുല്ലേപ്പടിയിലേക്ക് വരുന്നു, ഇവിടെ ഒന്ന് പ്രാക്ടിക്കൽ പഠിക്കുന്നു. അതാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദി ക്ലാസ്സും. സത്യമായിട്ടത് ഹിന്ദി ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഭായിമാരോടൊക്കെ സംസാരിച്ച് ഇപ്പം ഞാൻ ഹിന്ദി തന്നെ അത്യാവശ്യം ഞാൻ പഠിച്ച് തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഹിന്ദി പഠിക്കണം, ബിക്കോസ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്.
ഓ അത്രയും വേണ്ടേക്കാ ശരി. ഇവിടുത്തെ മെയിൻ ടെക്നീഷ്യനാണിത്, ലിൻസൺ ചേട്ടൻ. ഭയങ്കര പാവണ്ടാ, പക്ഷെ ചില സമയത്ത് ഇടങ്ങേറാകും. പക്ഷെ പാവം. ലിൻസൺ ചേട്ടനല്ലേ എല്ലാണ്. എന്നാണാ നിൻസണ്ണാണോ ലിൻസണ്ണാണോ? അയ്യോ ഞാൻ ലിൻസൺ ചേട്ടൻ പറഞ്ഞ ഫോണിലൊക്കെ സേവ് ചെയ്തിട്ടേക്കണം. ഞാൻ അങ്ങനെ ആരും വിളിക്കാറൊന്നുമില്ല ദൈവം. പാട്ടെത്തിയേക്കണേന്റെ സന്തോഷം ഷാജിക്കണ മുഖത്ത് നല്ലോണം ഉണ്ട്. ഭയങ്കര ഊർജ്ജസ്വലനായിട്ടാണെന്ന് പണിയെടുക്കുന്നത്, ചാടി ചാടി വെക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ ഷാജിക്കന് ഇവിടെ വരുമ്പോഴത്തേക്ക്, ഷാജിക്ക് ഇവിടുത്തെ മാനേജറാണ്. സോ എന്താണ്, നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഓരോ വണ്ടികളുടെയൊക്കെ എടാ വർക്ക് ചെയ്യുക അങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ ആളുകൾക്ക് ഇന്ന ഡ്യൂട്ടി പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ചാടിത്തുള്ളി ഇങ്ങനെ പണിയെടുക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. കാരണം ഇവിടെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അവിടെ അതിൻ്റെ അകത്തിരിക്കണായിരിക്കും, കണക്കെന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കണായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഫ്ലോറിൽ എന്തെങ്കിലും അവർക്ക് വർക്ക് പറഞ്ഞു കൊടുക്കണായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടേക്കണത്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിന്ന് പണിയെടുക്കുന്നത് ഞാൻ കാണുന്നത്. എല്ലാ കംപ്രസറുകളാണോ? എന്താണ്? കംപ്രസറുകളും ഓൾട്ടർനേറ്ററുകളുമാണ് ഈ ഓരോ ചാക്കിലായിട്ടുള്ള കേട്ടോ. നിസാൻ സണ്ണിയുടെ കോളം അസംബ്ലി. അയ്യോ ഇതെല്ലാം ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനമാണ് ഇത്. A1 മൊഡ്യൂൾ വരുന്ന റിക്സ് വണ്ടിയുടെ കിറ്റാണിത്. ECM കിറ്റാണ് നമ്മുടെ ഇത് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ നമ്മുടെ ഒരു 20 കിറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യക്കാരുള്ളത് പെട്ടെന്ന് വിളിക്കുക. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനമാണ് ഇത് A1. ഓക്കെ കാണിച്ചുതരാം. ഈ സ്പീഡോമീറ്ററും അതിന്റെ സെറ്റും കണ്ടില്ലേ, A1 എന്ന് കണ്ടോ? ഇത് ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ് കേട്ടോ. കണ്ടാ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റൊക്കെ ഏറ്റവും അവിടെ ഫ്രണ്ടിലായിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഇങ്ങനത്തെ പാർട്സ്, മെറ്റൽ പാർട്സ് ഒക്കെ ഇല്ല, അതൊക്കെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കെട്ടിയൊക്കെ വെച്ചേക്കുന്നത്. ഓടരുത്, അതാണ്. അതെ പറഞ്ഞിട്ടല്ല. ഒരു വണ്ടി എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള മോട്ടറുകളാവട്ടെ കോൾ അസംബ്ലി ആവട്ടെ എല്ലാം നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വണ്ടി പിന്നെ സാധനം കിട്ടാത്തതിന്റെ പേരിൽ വണ്ടി ഓടിക്കാതിരിക്കരുത്. അതെ, ആരും ഡൽഹിയിൽ പോയി കഷ്ടപ്പെടണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനമാണ് പോളോന്റെ മോട്ടർ. ഡീസൽ വണ്ടിയുടെ റേഡിയേറ്ററിന്റെ ഫാൻ മോട്ടറാണ്. ഒറിജിനൽ മോട്ടർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നമുക്കൊരു 5 പീസോളം കിട്ടിയിട്ടുണ്ട് ഒറിജിനൽ സാധനം. മറ്റേ ഇത് റേഡിയേറ്ററിന്റെ മോട്ടർ പോളോന്റെ ഉണ്ടാ. ഇതെവിടാക്കും പോളോന്റെ.
बूस्टर का ही बीच में रखो। നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് ബ്രേക്ക് ബൂസ്റ്റർ ആണ്. ഓരോ വണ്ടികളുടെ ബ്രേക്ക് ബൂസ്റ്റർ നമ്മൾ ഇപ്പൊ എടുത്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ വെക്കും. ഇന്നോവയുടെ ഒക്കെ പാർട്സ് ഉണ്ട് കേട്ടോ. നമ്മളൊരു മൈക്ക് കംപ്ലൈന്റ് ആയി. നമ്മളിനി അത് ഇന്ന് ഉത്തർപ്രദേശിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കണം. എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. പിന്നെ വാറന്റി അണ്ടർ വാറന്റി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലില്ല, കുറച്ച് തോടെ മൈക്ക് ക്യാച്ച് ചെയ്തോളൂ. സെലേറിയന്റെ വൈപ്പർ മോട്ടർ, സെലേറിയോ, ഡസ്റ്റർ, അതേപോലെ തന്നെ ഐറ്റക് ഗ്രാൻഡ് അങ്ങനെയുള്ള വണ്ടികൾ. അതേപോലെ തന്നെ ഇന്നോവ, സ്വിഫ്റ്റ്. ഇന്നോവയുടെ എന്തൊക്കെ പാർട്സ് ഉള്ളേ? ഇന്നോവന്റെ നമുക്ക് വന്നേക്കുന്നത് കിറ്റുകളുണ്ട്. അതേപോലെ ബ്രേക്ക് ബൂസ്റ്റർ അങ്ങനെയുള്ള സാധനങ്ങൾ. അങ്ങോട്ട് फिर वहाँ पर कौन इंजेक्शन कर रहा है? धुआं धुआं ഇതിന്റെ ഇത് ഇന്നോവയാണോ? അല്ല, ഇന്നോവ ക്രിസ്റ്റ. അമ്പോ, ക്രിസ്റ്റയുടെ ഒക്കെ ടെയിൽ ലൈറ്റ് ആരുടെങ്കിലും പൊട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് വന്നോ. 6500 രൂപയാണ് പുതിയതിന്. 4600. 1500 രൂപ കേട്ടോ സെക്കൻഡ് ഹാൻഡ്. 1500 രൂപക്ക് മറ്റേ നമ്മുടെ ക്രിസ്റ്റയുടെ ഒറിജിനൽ ടെയിൽ ലൈറ്റ് ആണ് കേട്ടോ ഇതൊക്കെ. എന്റെ അമ്മ, നമ്മള് വൈക്കോലിൽ ഉണ്ണീശനെ മാത്രല്ല കിടത്തണേ. ഇത് പാച്ചൊക്കെ നമ്മള് പൊതിഞ്ഞു വെച്ചേക്കണുണ്ടോ? അതെ, ക്രിസ്മസ് സെയില്, ന്യൂ ഇയർ സെയില്. ഇതന്നെ ക്രിസ്റ്റയുടെ അടിക്കും അത് മൊത്തം. അല്ലെങ്കിൽ വേറെ ടെയിൽ ലൈറ്റ് ഉണ്ടാവും, എല്ലാ വണ്ടിയിലും ഉണ്ടാവും. ഇതൊക്കെ പുതിയതാണോ? മിറർ ഇതെല്ലാം പുതിയതാണോ? ഇത് പുതിയതാണ്. സ്വിഫ്റ്റിന്റെ അല്ലേ?
ഏ ഫോർച്യൂണർ, ആ XUV 500, എർട്ടിഗ, ഹോണ്ട സിറ്റി, ഇതൊക്കെ സൈഡ് മിററുകളെല്ലാം പുതിയത്. ആ ഓക്കെ. പുതിയത് മീൻസ് ഒറിജിനൽ ഉണ്ട്, ഒറിജിനലും ഉണ്ട് മീൻസ് പുതിയതും. ആ ഓക്കെ. ഒറിജിനൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ് ഉള്ളത് ഒന്നുമില്ല, നമ്മള് പൊളിച്ചെടുക്കണത് പാക്ക് ചെയ്ത് തന്നെ. എത്തിയോസിന്റെ സൈഡ് മിറർ, എത്തിയോസിന്റെ ഉണ്ട് ഇത്. എത്തിയോസ് പിന്നെ ടിയാഗോന്റെ ഉണ്ട്. ടിയാഗോന്റെ സൈഡ് മിറർ കണ്ട, ടിയാഗോന്റെ സൈഡ് മിറർ. പിന്നെ ഇതേതാ, പഞ്ചെന്നാണ് ഇതേക്കുന്നേ, പഞ്ചായിരിക്കും അല്ലേ? പഞ്ച്, ടാറ്റ പഞ്ച്. പിന്നെ ഇത് ഹോണ്ടയുടെ, ഏത് വണ്ടിയുടെ അറിയില്ല കേട്ടോ, ഹോണ്ടാന്ന് എഴുതിയേക്കുന്നത്. ഹോണ്ട ഐവിടെക്. അപ്പൊ സിറ്റിയുടെ ആണോ? ഹോണ്ട സിറ്റിയുടെ ഉണ്ടാ. സ്വിഫ്റ്റിന്റെ ഉണ്ടാ. സ്വിഫ്റ്റിന്റെ മറ്റേ ഓട്ടോ ഫോൾഡിങ്ങും ഉണ്ട്, മറ്റേ നോർമലും ഉണ്ട് എന്നാട്ടാ പറഞ്ഞേ. ഇത് നമ്മുടെ വാഗനറിന്റെ നോക്ക്, വാഗനറിന്റെ സൈഡ് മിറർ കണ്ടാ. ഒത്തിരി പാർട്സ് ഉണ്ട് ഇത്തവണ. അയ്യോ എനിക്ക് പറ്റൂല. എനിക്ക് പറ്റില്ല എന്നല്ല, എനിക്ക് വയ്യ, അതാണ്. പാവോടാ. ഞാൻ രാവിലെ ഷംനാഥിക്ക് വിളിച്ചപ്പോ ഇക്കാന്റെ സംസാരമൊക്കെ കേട്ടപ്പോ ടോൺ വ്യത്യാസം. ഞങ്ങൾക്ക് വല്ലതും ദൈവം വല്ല ചീത്ത പറയാനായിരിക്കുമോന്ന് ഞാൻ വിചാരിച്ചത്. ആര്? ആ ക്രെയിൻ്റെ. ആ വണ്ടി കുറച്ച് ഇറക്കിടാൻ പറ. റിവേഴ്സ് അല്ലല്ല, ഫ്രണ്ടിലേക്ക് എടുത്തിടാനല്ലേ പറഞ്ഞേ. ആ ഈ ചേട്ടനാട്ടാ ഡൽഹിന്ന് വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന ചേട്ടൻ. ഇതാണ് ട്രക്ക് ഡ്രൈവർ. ഷെൽ പമ്പ്. മതി, കുറച്ച് കട്ട് ചെയ്തോ. ഓരോ പ്രാവശ്യം ഇങ്ങനെ കറങ്ങും. ഇതെന്താ ഇത്? മാറക്ക്, ഞാൻ എടുക്കട്ടെ. നെറ്റിക്കൽ പാർട്സ്. അത് നാളത്തേക്ക് കൊടുക്കാന്ന് എന്തെങ്കിലുമൊക്കെ പറയും. വീഡിയോ എടുത്തേക്ക് ചറവറ ഫോളോ വന്നോണ്ടിരിക്കും. AC കംപ്രസറുകള്, പിന്നെ അതുപോലെ തന്നെ സ്പീഡോമീറ്ററുകൾ, ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, പിന്നെ അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ് എല്ലാം നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ട്രക്കിൽ നിന്ന് ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. നെറ്റിക്കൽ പാർട്സ്. നെറ്റിക്കൽ പാർട്സ്. അൻസാര നിനക്കാണല്ലോ. അയ്യോ എന്റെ കൂട്ടുകാരത്തി
ഞാനാണ് കല്യാണം നെറ്റിക്കൽ പാർട്സ് എന്തായാലും പൊട്ടിയിട്ടുണ്ടാവും. പൊട്ടിയത് മാത്രം പാക്ക് ചെയ്യണതല്ല. കഴിഞ്ഞ ആകെ 12 ആക്കുണ്ടാവും. മാറ്റേണ്ടി വരും. വണ്ടി നീക്കുമ്പോ ഉണ്ടാവും. രാജിക്കുന്ന അപ്പം മുട്ടക്കറിയായിരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് 2 മാസം കഴിയുമ്പോൾ ഇതേപോലത്തെ കണ്ടന്റിനോട് ഇറക്കാൻ പറ്റും. ഇത്രയും സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തീർക്കാം. രാവിലെ അപ്പം മുട്ടക്കറിയായിരുന്നു. നാളോ ഇനി വീട്ടില്ല. സാൻഡോസിംഗിന്റെ ഒക്കെ പുതിയ ഹെഡ്ലൈറ്റുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അല്ല പുത്തൻ പീസുകളാണ്, പുത്തൻ ജെനുവിൻ പീസ്. ഓക്കെ, സെൻസർ കൊള്ളൂല. ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ദേ നമ്മള് ട്രക്കിൽ നിന്ന് പാർട്സ് ഒക്കെ ഇറക്കി വണ്ടിന് തിരിച്ച് പോവാണ് ട്ടാ. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിതേ വണ്ടി അതിന്റെ ഡോറൊക്കെ നമ്മള് ട്രക്കിന്റെ ഡോർ നമ്മൾ ക്ലോസ് ചെയ്യാണ്. എന്തേക്കാ നമ്മുടെ കണ്ടെയ്നറായിട്ട് വന്ന ഇന്ന് കണ്ടെയ്നർ എന്നോട്ടാണ് നല്ല അടിപൊളിയായിട്ടൊക്കെ ഉണ്ടല്ലോ. താടിയൊക്കെ വെട്ടി അടിപൊളി. എന്താ പറയാൻ വേണ്ടി വന്നു അത് പറ. ഓക്കെ പയ്യ, സുനിൽ ഭയ്യ ഡൽഹിയിൽ നിന്ന് സുനിൽ ഭയ്യ. ആ ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തോട് സുനിൽ ഭയ്യനെ കൊണ്ടുവന്നത്. ഈ പ്രാവശ്യം സുനിൽ ഭയ്യ തന്നെയാണ്. ആ വേറെ ആരും ഇല്ലെന്ന്. ഓ ഇനി അടുത്ത പ്രാവശ്യം ഇനി അങ്ങോട്ട് പോകുമ്പോ പുള്ളി ഒറ്റക്കന്നെ കൊണ്ടേ പാവം. എന്താ പറയാൻ വേണ്ടി വന്നത്? സന്തോഷമായി. ഇനി കേരളാണ് ഷാജിക്ക്, ഇനി കുറച്ച് ദിവസത്തെ കേരളായിരിക്കും. എത്രയും പെട്ടെന്ന് സാധനങ്ങൾ വിറ്റ് തീർക്കാന്നുള്ളതാണ്.
എന്നിട്ട് പിന്നെ ഡൽഹി പോകാൻ നമുക്ക് ഫെബ്രുവരി അങ്ങനെയാണല്ലോ. ട്രിപ്പും കൂടി നമുക്ക് പോയി കുറെ നമുക്ക് ആവശ്യങ്ങളുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ സാധനങ്ങൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വന്നേക്കണത്. നമുക്ക് ഇനി ഇത് തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത ലോഡ് എടുക്കാനായിട്ട്. ഇനി അടുത്തത് നമുക്ക് ബോഡി പാർട്സുകളാണ് വരുത്തേണ്ടത്. ബോഡി പാർട്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ഡോറ്, നമുക്ക് ഏറ്റവും കൂടുതൽ എൻവയറുള്ള സ്വിഫ്റ്റിന്റെ ബോണറ്റ്, ഡോറുകൾ, അതേപോലെ തന്നെ വാഗണാർ കെ സീരീസിന്റെ ഡോറുകൾ, അതിന്റെ ബോണറ്റുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സാധനങ്ങൾ കൊണ്ടുവരണം നമുക്ക്. ഓക്കെ. ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ വണ്ടിയുടെ ഇന്റീരിയറിന്റെ അകത്തുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നേക്കണത്. ക്രോസ് ചേസ് അടക്കം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡാമേജ്